ആ, കണ്ടോ കണ്ടോ കണ്ടോ, ഇങ്ങനെ വളച്ചെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ വളച്ചെടുത്തിട്ട് ഇതിനെ ഇവിടെ ഫിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് കറക്കം നിർത്തിയേച്ചേ ഫാനിന്റെ ലീഫ് സ്വിച്ചൊക്കെ ഓഫ് ആക്കിയിട്ട് വേണം കേട്ടോ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനല്ല, സോറി, കറക്കം നിർത്തിയിട്ട് സ്വിച്ചൊക്കെ ഓഫ് ആക്കിയിട്ട്, അല്ലെ ഷോക്ക് അടിക്കും. ഇപ്പൊ കണ്ടോ ഇരിക്കുന്നേ, കണ്ടോ? ഹായ്, എല്ലാവർക്കും സുഖമാണോ? എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. ഞാൻ കുറച്ച് ദിവസങ്ങളായി കാണിച്ചു തരണമെന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ്, നേരത്തെ വാങ്ങി വെച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് കാണിച്ചു തരുന്നത്. പിന്നെ ഇന്ന് ടൗണിൽ പോയി വന്നപ്പോൾ കിട്ടിയ ഒന്ന് രണ്ട് സാധനങ്ങളും കാണിച്ചു തരാവേ കേട്ടോ. ആദ്യം ഞാൻ കാണിക്കുന്നത്, ഇത് കണ്ടോ, കൂടും കുടുക്കയൊക്കെ ഇതിനകത്തുനിന്ന് ഞാൻ ഓരോന്നായിട്ട് എടുത്ത് നിങ്ങളെ കാണിക്കുന്നു. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും ഞാൻ വാങ്ങിയപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. ഇതെന്താ സാധനം എന്നറിയാമോ? കണ്ടോ, ഉള്ളിയൊക്കെ ഞാൻ എപ്പോഴും ഈ പഴയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, പഴമയെ കുറേയെല്ലാം സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഇതൊന്നും വാങ്ങാറില്ലായിരുന്നേ. അപ്പം ഈ ഇടയ്ക്ക് ഞാൻ ടൗണിൽ പോയപ്പോൾ വാങ്ങിയ ഒരു സാധനമാണ് ഇത്. ഇങ്ങനെ വലിച്ചിട്ട് എന്താക്കാം, വെജിറ്റബിൾസും ഉള്ളിയൊക്കെ നമുക്ക് കട്ട് ചെയ്യാവുന്ന സാധനം അല്ലേ. ഇതിനകത്ത് ബ്ലേഡ് ഉണ്ട് കണ്ടോ, താഴെ ചുവട്ടിൽ ബ്ലേഡ് ഉണ്ട്, മുകളിൽ ബ്ലേഡ് ഉണ്ട്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇനി കോഴിക്കറിയും ബീഫ് കറിയും ഒക്കെ വെക്കുമ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് ഗ്രേവി വേണം, കുറേ അധികം സവോളയൊക്കെ ആക്കിയിട്ട് ഗ്രേവി വേണം. അപ്പം നമ്മളിങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞ് വിഷമിക്കേണ്ട, തന്നെയല്ല കൈ മുറിയൊന്നും പേടിക്കണ്ട, കയ്യോറ വാങ്ങണ്ട. അപ്പോഴിതൊരെണ്ണം അങ്ങ് വാങ്ങി. ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി വെടിപ്പാക്കി എടുത്തിട്ട് വേണം ഇതിൽ ഉള്ളിയൊക്കെ പൊളിച്ചിട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ. നിങ്ങൾക്ക് ഇത് നേരത്തെ വാങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ, ചെയ്യുന്നവരായിരിക്കുമല്ലോ. കണ്ടോ, എന്തെല്ലാം ടെക്നിക്കായി, ഇപ്പോൾ എന്തെല്ലാം എളുപ്പമാണെന്ന് പറയാം പെണ്ണുങ്ങൾക്ക്. പണ്ടത്തെ അമ്മച്ചിമാരൊക്കെ എന്തേലും കഷ്ടപ്പെട്ടാ ജീവിച്ചിരുന്നേ. അപ്പൊ അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ കുറച്ച് ബ്യൂട്ടി ടിപ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ കോഫി പൗഡറ്, കസ്തൂരി മഞ്ഞൾ പൗഡറ്, തൈര് ഒക്കെ മാറി മാറി ബ്യൂട്ടി ടിപ്പ് ചെയ്യുമ്പോൾ, ഞാൻ ഗ്ലാമറാകാൻ വേണ്ടി ചെയ്യുമ്പോഴും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുമ്പോഴും, നിങ്ങളെ കാണിച്ചു തരാം, ഒപ്പം എനിക്കെൻ്റെ ഗ്ലാമർ കൂട്ടുകയും ചെയ്യാം അല്ലേ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബോക്സ് വാങ്ങിയതാണ്. മസാല ബോക്സ് ആണ്, മസാല ബോക്സ്. പക്ഷേ ഇത് ഞാൻ പറഞ്ഞ ഉപയോഗത്തിനും നമുക്ക് കൊള്ളാമല്ലോ. നല്ല കളർ കോമ്പിനേഷൻ അല്ലേ, കണ്ടോ, ഗോൾഡനും ഡാർക്ക് ബ്രൗണും. ഡ്രസ്സിനൊക്കെ ആണെങ്കിൽ ഇത് നല്ല കളർ കോമ്പിനേഷൻ ആയിരിക്കും. ഇതങ്ങ് വാങ്ങി മസാല ബോക്സ്. ഇതിനകത്ത് നടുക്കൊരു റൗണ്ടിലുള്ള സംഭവമുണ്ട്. പിന്നതേ 2, 4, 6 സംഭവങ്ങളുണ്ട് ഇങ്ങനത്തെ. പിന്നെ ഒരു സ്പൂണും ഉണ്ട്. അപ്പം ഈ സ്പൂൺ കൊണ്ടൊക്കെ അളന്നെടുക്കാം. ഇതിലൊക്കെ തൈരോ അരിപ്പൊടിയോ തേനോ ഒക്കെ ഒഴിച്ച്, അതുപോലെ കസ്തൂരി മഞ്ഞൾ പൗഡറ്, രക്തചന്ദനം പൗഡറാണെങ്കിൽ അത്, പിന്നെ എന്താണ് ഇരട്ടി മധുരം പൗഡറ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് മിക്സ് ചെയ്ത് ഇതിലൊക്കെ ഇട്ടുകൊണ്ട് വരാം. എന്നിട്ട് നടുക്കത്തെ ഇതിലേക്ക് ആവശ്യത്തിനെടുത്ത് മിക്സ് ചെയ്ത്, തൈരാണോ ഹണിയാണോ പാലാണോ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾക്ക് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാമല്ലോ. അപ്പം എല്ലാം കൂടെ ഒരെണ്ണത്തിനകത്ത് അങ്ങ് നടക്കും. പല ബൗളൊന്നും പൊക്കിക്കൊണ്ട് വരണ്ടല്ലോ, അതുകൊണ്ട് ഇതൊരെണ്ണം ഒന്ന് മേടിച്ചു. അപ്പം ഇത് കണ്ടല്ലോ, ഉള്ളി മുറിക്കുന്ന സാധനം മേടിച്ചു, ബ്യൂട്ടി ടിപ്പിനുള്ള സാധനം മേടിച്ചു. മൂന്നാമത്തെ ഒരു സാധനമാണ് ഒരു ഗംഭീര സാധനം. അപ്പോൾ നോക്കാം ഇതെന്താണെന്ന് കണ്ടോ. അയ്യോ, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമോ? ഇനി കണ്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒന്ന് നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഇത് എങ്ങനെയാണ് എന്ന്. കണ്ടോ, കുട പോലെ ഇരിക്കുന്ന കണ്ടോ. ഇത് അമ്പർല അല്ല കേട്ടോ, അമ്പർലയുടെ കാല് പോലെ ഉണ്ടല്ലേ. ഇത് അമ്പർലയല്ല, ഇത് എന്താണെന്നറിയാമോ? പൊടി തട്ടുന്ന സാധനമാണ്. പൊടി തട്ടിക്കളയാനും ചുക്കിരി പിടിക്കാനും ഒക്കെ ഉപയോഗപ്രദമായ ഒരു സാധനം. ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ, ഞങ്ങളുടെ ഓഫീസിൽ ഇരുന്നപ്പോൾ അതിലേ കൊണ്ടുവന്നതാ. എന്നിട്ട് വില പേശി വാങ്ങിയതാണ്.
ഇത് ഇവിടെ ഇങ്ങനെ ഒരു കമ്പുണ്ടല്ലോ, ഇത് ഇവിടോട്ടങ്ങ് വെച്ച് ഇങ്ങനെ പിരിച്ച് ഫിറ്റ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ കണ്ടോ, ഫിറ്റ് ചെയ്തല്ലോ. ഇനി എന്താണെന്നറിയാമോ, ഇതിന് നീളം കൂട്ടാൻ പറ്റും. അയാൾ കാണിച്ചു തന്നായിരുന്നു, ഞാനൊന്ന് നോക്കട്ടെ. അതെ, ഇവിടെ പിടിച്ചിങ്ങനെ ഇതേ കാണുന്നുണ്ടോ, ഇത് കണ്ടോ, ഇതിൻ്റെ ലാസ്റ്റ് അറ്റ പിടി ഇതാണ്, ഇതിൻ്റെ മുകൾ ഭാഗം ഇതാണ്. അപ്പം നമുക്ക് ജനലിലൊക്കെ പൊടി തട്ടുമ്പോൾ ഇതിങ്ങനെ നീളം കുറച്ച് വെച്ചിട്ട് ഉപയോഗിക്കാം. കണ്ടോ, ഇത്രയും നീളം. ഇനി ഇതിന് നീളം ഇങ്ങനെ കൂട്ടി കൂട്ടി കുറേ കൊണ്ടുവരാൻ പറ്റും. ഡബിൾ ഹൈറ്റുള്ള വാർപ്പിൻ്റെ ഒക്കെ മണ്ടയിലാണെങ്കിൽ നമുക്ക് ചുക്കിരി തൂക്കാൻ പറ്റും. അത്രത്തോളം ഹൈറ്റ് ഇത് കിട്ടും. അയ്യോ, ഇതേ ഹൈറ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ അല്ലെങ്കിൽ കസേരയുടെ ഒക്കെ അടിയിലുള്ള ആ ചുക്കിരിയൊക്കെ പിടിക്കാം. ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഹൈറ്റിലും മണ്ടയിലുള്ള ചുക്കിരിയൊക്കെ പിടിക്കാം. അങ്ങനെ എന്തെല്ലാം ഉപയോഗമാണ് ഇതിന്. പിന്നെ ഏറ്റവും വലിയ ഉപയോഗം അയാൾ പറഞ്ഞത് എന്താണെന്നറിയാമോ, സീലിംഗ് ഫാനിൻ്റെ ലീഫില്ലേ, ആ ലീഫിലെ പൊടി തുടയ്ക്കാനായിട്ട് ഇത് ഒന്ന് നോക്കട്ടെ, എവിടെ വളയ്ക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. ഇതിങ്ങനെ വളയ്ക്കാമെന്നാണ് പറഞ്ഞത്. ലീഫ്, സീലിംഗ് ഫാനിൻ്റെ ലീഫിൽ പൊടി തുടയ്ക്കാനായിട്ട് ഇതിനെ നമുക്ക് ഇങ്ങനെ പിടിച്ച് വളച്ചെടുക്കാമെന്നാണ് പറഞ്ഞത്. അയ്യോ, നോക്കട്ടെ. കണ്ടോ കണ്ടോ കണ്ടോ, ഇങ്ങനെ വളച്ചെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ വളച്ചെടുത്തിട്ട് ഇതിനെ ഇവിടെ ഫിറ്റ് ചെയ്യാമെങ്കിൽ നമുക്ക് കറക്കം നിർത്തിയേച്ചേ ഫാനിൻ്റെ ലീഫ് സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് വേണം കേട്ടോ. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനല്ല, സോറി, കറക്കം നിർത്തിയിട്ട് സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട്, അല്ലേ ഷോക്ക് അടിക്കും. ഇപ്പം കണ്ടോ ഇരിക്കുന്നേ, കണ്ടോ, ഇതിങ്ങനെ അങ്ങോട്ട് ആ ലീഫിൻ്റെ അടിയും പൊടി കളയാം. മുകളിലത്തെ പൊടി നമുക്ക് ഇങ്ങനെ ഈ വളഞ്ഞിരിക്കുന്ന ഭാഗം കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു, ഈ മുകൾ ഭാഗം വളയ്ക്കുമ്പോൾ ഇത് ഊരിയിട്ട് വേണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെയാണ് പറഞ്ഞത്. ഇവിടെ ഇല്ലേ, നമ്മൾ ഈ ഫിറ്റ് ചെയ്യുന്ന ഈ തണ്ട്, ഈ പിടി ഫിറ്റ് ചെയ്യുന്ന ഭാഗമില്ലേ, അത് അഴിച്ചെടുത്തിട്ട് വേണം ഇവിടെ വളയ്ക്കാൻ. അല്ലെങ്കിൽ ഇത് ഫിറ്റ് ചെയ്തേച്ച് വളച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. അത് ഫിറ്റ് ചെയ്യാതെ ഇരുന്നിട്ട് വേണം ഇതിനെ വളയ്ക്കാൻ. അയ്യോ, ഇതിൻ്റെ ഉള്ളിൽ ഒരു കമ്പിയുണ്ട്, ആ കമ്പിയാണ് ഈ വളഞ്ഞു വരുന്നത്. കണ്ടോ, ഇതാണ് ഐഡിയ. കണ്ടോ, ബുദ്ധിപരമായിട്ട് ചിന്തിച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. വലിയ വിലയൊന്നും ഇല്ല കേട്ടോ. ഇതിന് എത്രയാണ് കൊടുത്തേ, ഞാൻ മറന്നുപോയി. കുറച്ച് നാളായതാണ് മേടിച്ച് അവിടെ വെച്ചിട്ട്. ഹസ്ബൻഡാണ് മേടിച്ചത്, ഞാൻ വില മറന്നുപോയി. 250 മറ്റോ പറഞ്ഞു. വില പേശി 2-3 പീസ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫും ഒക്കെ കൂടെ വാങ്ങി. അങ്ങനെ വില കുറച്ച് 200 രൂപയ്ക്കോ അങ്ങനെ എങ്ങോട്ടാണ് കിട്ടിയേ. കടയിൽ കാണുമായിരിക്കും ഇതൊക്കെ. ഇതാണ് മൂന്നാമത്തെ സാധനം. കണ്ടോ, ഇത് മടക്കുമ്പോൾ 3 ഫോൾഡിങ് അംബ്രലയൊക്കെ പോലെ മടക്കുമ്പോൾ ഇത്രയും നീളമേ ആകെപ്പാടിയുള്ളൂ. ഇത് നിവർത്തി കഴിഞ്ഞാൽ കുറേ നീളമുണ്ട്. അപ്പം മൾട്ടി പർപ്പസാണ്. ടേബിളിൻ്റെ ഒക്കെ അടിയിലുള്ള ചുക്കിരി പിടിക്കാം, ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ള ചുക്കിരി പിടിക്കാം. ഇത് വളച്ചു കഴിഞ്ഞാൽ ഫാനിൻ്റെ ലീഫ് ക്ലീൻ ആക്കാം. അങ്ങനെ മൾട്ടി പർപ്പസ് ഉള്ള ഒരു സംഭവമാണിത്. അപ്പം ഇത് കണ്ടല്ലോ, അങ്ങനെ 3 കാര്യങ്ങൾ ഞാൻ വാങ്ങിയത് കണ്ടുവല്ലേ. 4മതൊരു കാര്യം കാണിച്ചു തരട്ടെ. എനിക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാനും മുടിയിൽ അപ്ലൈ ചെയ്യാനും ഒക്കെ ആയിട്ട് കുറച്ച് കറ്റാർവാഴ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. കുറേ കറ്റാർവാഴ ഉണ്ടായിരുന്നു, അതെല്ലാം പോയി. അപ്പം ഞാൻ ടൗണിൽ പോയപ്പോൾ എന്ത് ചെയ്തു, അവിടെ ചെടികളെല്ലാം വിൽക്കുന്ന ഒരു നേഴ്സറിയിൽ പോയി നല്ലൊരു കറ്റാർവാഴ തൈ ഇങ്ങനെ വാങ്ങി. 50 രൂപയോടെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ കുറേ തൈ ഇതിനകത്ത് തന്നെയുണ്ട്. ഞാൻ ഓർത്ത് ഇങ്ങനെ ഈ ഒരെണ്ണത്തിനായിരിക്കും 50 രൂപ എന്ന്. എന്തായാലും ആകട്ടെ, 50 രൂപയല്ലേ, നമുക്ക് നട്ടുപിടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിയതാ. ഇതിപ്പോൾ എണ്ണുവാണെങ്കിൽ 1, 2, 3, 4, 5 എണ്ണം ഉണ്ട് കേട്ടോ. അപ്പം 5 എണ്ണം എന്ന് പറയുമ്പോഴത്തേനും ഒരെണ്ണത്തിന് 10 രൂപ. അതാണ് 50 രൂപയുടെ കണക്ക്. ഒരു ചെറുതിന് 10 രൂപ വെച്ചിട്ടാണ് അവർ ഈടാക്കുന്നത്. 5 എണ്ണമുള്ള അത് ചെറിയൊരു ചെടിച്ചട്ടിയുണ്ട്, അതിനകത്ത് വെച്ച നിലയിലാണ് അതിങ്ങനെ തന്നേക്കുന്നത്. അത് കൊണ്ടുവന്നപ്പോഴത്തേനും കുറച്ചൊക്കെ ഒടിഞ്ഞൊക്കെ പോയി കണ്ടോ. അപ്പോൾ ഇതിനെ അങ്ങോട്ട് നട്ട് ഒരു കൂടയ്ക്കകത്തോ അല്ലെങ്കിൽ ഒരു ചെടിച്ചട്ടിയിലോ ഒക്കെ മണ്ണിട്ട് നട്ട് കഴിഞ്ഞാൽ ഒരു 2-3 മാസം കൊണ്ട് എനിക്ക് ആവശ്യത്തിന് കറ്റാർവാഴ കിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം കാണിച്ചു തരാവേ. ഇതാണ് ലാസ്റ്റ് കാര്യം. ഇതൊരു ഇലയാണ്. ഇതെന്തിലയാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇത് കേശവർദ്ധിനി എന്ന് പറയും. ഞാനൊരു എണ്ണ കാച്ചാനുള്ള പുറപ്പാടിലാണ്. നാളെ എണ്ണ കാച്ചി വീഡിയോ കാണിക്കാം കേട്ടോ. അപ്പോഴതിനകത്ത് ഞാൻ കുറേ ഇലകളൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് കേശവർദ്ധിനി. ഇത് എനിക്ക്
ഒരാൾ കൊണ്ടെത്തന്നതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേശവർദ്ധിനി? ഇന്നൊരു പൂവുണ്ട്, അതാ ഞാൻ ഈ തപ്പുന്നത്. കൂടിനകത്ത് പിന്നെ ചുവട്ടിൽ മണ്ണുള്ളതുകൊണ്ടേ കൂടിനകത്ത് ഇറക്കി. പൂ ഇതേലില്ലേ? ആ കിട്ടി, ഒരു പൂ കിട്ടി നിങ്ങളെ കാണിക്കാനായിട്ട്. കണ്ടോ? ഇത് ഒരു ലൈറ്റ് വയലറ്റ് പൂവ് കണ്ടോ? ഇതാണ് കേശവർദ്ധിനിയുടെ പൂവ്. ഇല കണ്ടോ? ഇത് ഞാൻ ഇത്തിരി നട്ടുപിടിപ്പിക്കുന്നുണ്ട്. ആ മണ്ണുള്ള കമ്പില്ലേ ചുവട്, അത് മുറിച്ചൊന്ന് നടണം. അപ്പം എനിക്ക് കറ്റാർ വാഴയായി, കേശവർദ്ധിനിയായി. അപ്പം എനിക്കിനി എപ്പോഴും എണ്ണ കാച്ചി തേക്കാമല്ലോ. ഹെയർ ഗ്രോത്ത് അങ്ങ് ഉണ്ടാകട്ടെ. എൻ്റെ മുടി നല്ലപോലെ തിക്കായി ഇരിക്കുകയാണ് ഇന്ദുലേഖ ബ്രിങ്ക ഹെയർ ഓയിലൊക്കെ തേച്ച്. പക്ഷേ നീളം വയ്ക്കുന്നില്ല. ഇനി മുടി നീളാൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണമാണ് അടുത്ത ഘട്ടം. ആ ഘട്ടത്തിന് ഞാനൊരു എണ്ണ കാച്ചുന്നുണ്ട്. ആ എണ്ണയിലേക്കുള്ള ഇൻഗ്രീഡിയൻസിൽ മെയിൻ ഒരു ഐറ്റമാണ് ഈ കേശവർദ്ധിനി, അല്ലെ കേശകാന്തി എന്നും പറയുമെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഈ കേശവർദ്ധിനി മുടി വളർച്ചയ്ക്ക് വളരെയധികം ഗുണകരമായ ഒരു സാധനമാണ്. അപ്പോൾ അതും കിട്ടി എനിക്ക്. ആ ചെടി കണ്ടോ? നാളെ എണ്ണ കാച്ചാവേ. അപ്പോൾ എൻ്റെ കൂടെ എണ്ണ കാച്ചി പഠിക്കേണ്ടവരൊക്കെ ചേർന്നോ? ഞാൻ ചോദിച്ചൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നന്നായി എണ്ണ കാച്ചുന്ന വിധം. അപ്പം നമുക്ക് നാളെ ഒരു എണ്ണ കാച്ചുന്ന വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. കുറേ വിശേഷപ്പെട്ട സാധനങ്ങൾ വാങ്ങി, അതെല്ലാം നിങ്ങളെ കാണിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ ഉള്ളി മുറിക്കുന്ന ആ സാധനവും, പിന്നെ ബ്യൂട്ടി ടിപ്സിനുള്ള മസാല ബോക്സും, പിന്നെന്തായിരുന്നു ഡെസ്പാൻ പൊടി. ഇതെന്താണ്? ഡെസ്പാൻ അല്ല, എന്താ പറയുക, ചുക്കിരി പിടിക്കുന്ന, ചുക്കിരി എല്ലാം തട്ടിക്കളയുന്ന ഒരു സാധനം. അതിൻ്റെ പേരെനിക്കറിയത്തില്ല. ഒരു സാധനം. പിന്നെ പേരാർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തു. പിന്നെ എൻ്റെ മുടി വളർച്ചയ്ക്കുള്ള കറ്റാർ വാഴയും കേശവർദ്ധിനി. അങ്ങനെ 5 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്ത് വീഡിയോ കാണിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാവരും സന്തോഷമായിരിക്കുക, സമാധാനമായിരിക്കുക. പ്രത്യേകിച്ച് ഡിസംബർ അല്ലേ, ക്രിസ്മസ് കാലമാണ്, ഉത്സവങ്ങളുടെ കാലമാണ്, അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങളാണ് അല്ലേ. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരെ ബൈ.